Hello everyone, welcome back to yet another lesson of spoken English class. എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മഭാഗം എന്ന് പറയുന്നത് ലിങ്കിങ് വേർഡ്സ് ആണ്. നമുക്കറിയാം അറൗണ്ട് 120 ലിങ്കിങ് വേർഡ്സ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിൽ. ഇതെല്ലാം നന്നായിട്ട് പരിശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എഫർട്ട്ലെസ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ സീരീസിലെ മുഴുവൻ അധ്യായങ്ങൾ നിങ്ങൾ കാണേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഏതാനും ചില ലിങ്കിങ് വേർഡ്സുകൾ ഇതാണ് നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. എല്ലാവർക്കും ഈ സെഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒപ്പം ബ്രിസ്റ്റു സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ താഴെ കാണുന്ന 9037990442 എന്ന് പറയുന്ന നമ്പറിലേക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്നൊരു മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. 5 മാസം 1-on-1 ആയി ലോകത്ത് എവിടെ ഇരുന്നും നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ട്രെയിനർ വളരെ കോൺഫിഡൻഷ്യലായിട്ട് നിങ്ങളെ പരിശീലിപ്പിക്കും. ഒരു ദിവസം അരമണിക്കൂർ വെച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. ലൈവായിട്ടുള്ള ക്ലാസ് ആയിരിക്കും. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഈ കോഴ്സിലൂടെ ഇതുപോലെയുള്ള ലിങ്കിങ് വേർഡ്സ് 120 ലിങ്കിങ് വേർഡ്സ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ ആവശ്യം മുഴുവൻ ട്രിക്സുകളും മുഴുവൻ മെറ്റീരിയൽസും കമ്മ്യൂണിക്കേറ്റീവ് ആംഗിളിലൂടെ വ്യത്യസ്ത മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് പരിശീലിപ്പിക്കുന്ന ഒരു വാസ്റ്റായിട്ടുള്ള എന്നാൽ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സിലബസാണ്. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. എല്ലാവർക്കും ഈ കോഴ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കോഴ്സിൻ്റെ മറ്റ് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. Once again, I welcome every one of you to this series Linking Words in Spoken English. ഇന്ന് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത് as soon as. Everybody knows it. അല്ലേ? എല്ലാവർക്കും ഇതറിയാം. എല്ലാവരും പൊതുവെ ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു വേർഡാണ് as soon as. ഉടനെ എന്നാണ് അതിൻ്റെ അർത്ഥം. as soon as, immediately when എന്ന് നമുക്കതിന് മീനിങ് പറയാൻ സാധിക്കും. as soon as, that means immediately when, പെട്ടെന്ന്, ഉടനെ, അല്ലെങ്കിൽ at the moment that, without delay after എന്നൊക്കെ നമുക്കതിനെ അർത്ഥം പറയാം. മലയാളത്തിൽ ഉടനെ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ആസ് സൂൺ ആസ് എന്ന് പറയുന്ന ഈ പറയുന്ന കൺജങ്ഷൻ അല്ലെങ്കിൽ ലിങ്കിങ് വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ വിൽ കോൾ യു ആസ് സൂൺ ആസ് ഐ റീച്ച് ഹോം. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ നിന്നെ വിളിക്കാം എപ്പോൾ? ആസ് സൂൺ ആസ് ഐ റീച്ച് ഹോം, ഞാൻ വീട്ടിലെത്തിയ ഉടനെ. ആസ് സൂൺ ആസ് ഐ റീച്ച് ഹോം, ഞാൻ വീട്ടിലെത്തിയ ഉടനെ ഐ വിൽ കോൾ യു. അടുത്ത ഉദാഹരണം നോക്കിയേ. ആസ് സൂൺ ആസ് ഷീ സോ ദ മെസ്സേജ്, അവൾ മെസ്സേജ് കണ്ട ഉടനെ ഷീ റിപ്ലൈഡ്, അവൾ മറുപടി നൽകി. അപ്പോൾ നമുക്ക് ഈ ആസ് സൂൺ ആസ് നമുക്ക് രണ്ട് സെൻറ്റൻസുകളെ യോജിപ്പിക്കാൻ നടുക്കിൽ യൂസ് ചെയ്യാം. മീൻസ് രണ്ട് സെൻറ്റൻസ് മീൻസ് ഇതിനെ രണ്ട് ക്ലോസ് എന്ന് വിളിക്കുക. ഐ വിൽ കോൾ യു ആസ് സൂൺ ആസ് ഐ റീച്ച് ഹോം എന്ന് പറയുമ്പോൾ ഐ വിൽ കോൾ യു എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ്. ഐ റീച്ച് ഹോം എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ്. ഐ വിൽ കോൾ യു, ഐ റീച്ച് ഹോം. ഇതിൻ്റെ ഇടയിൽ ആസ് സൂൺ ആസ് വെച്ച് ഈ രണ്ട് ക്ലോസുകളെ നമുക്ക് യോജിപ്പിക്കാം. ഐ വിൽ കോൾ യു ആസ് സൂൺ ആസ് ഐ റീച്ച് ഹോം. ഇനി അതല്ല, നിങ്ങൾക്കൊരു ക്ലോസിൻ്റെ മീൻസ് രണ്ട് ക്ലോസുകളുടെ തുടക്കത്തിൽ വെക്കാം. ഐ മീൻ ഒരു ക്ലോസിൻ്റെ തുടക്കത്തിൽ നമുക്ക് ആസ് സൂൺ ആസ് വെക്കാം. ആസ് സൂൺ ആസ് ഷീ സോ ദ മെസ്സേജ് എന്ന് പറയുമ്പോൾ ഷീ സോ ദ മെസ്സേജ് ആണ് അവിടെ ഒരു ക്ലോസ്. ഷീ റിപ്ലൈഡ് ആണ് രണ്ടാമത്തെ ക്ലോസ്. ഇതിൽ ആദ്യത്തെ ആക്ഷൻ ആയിട്ടുള്ള ആസ് സൂൺ ആസ് ഷീ സോ ദ മെസ്സേജ് എന്ന് പറയുന്ന ആ ആക്ഷൻ മീൻസ് ഷീ സോ ദ മെസ്സേജ് എന്ന് പറയുന്ന ഒരു ആക്ഷനാണ്. ആദ്യത്തെ ക്ലോസ് ആണ്. ആ ക്ലോസിന് മുമ്പിൽ ആസ് സൂൺ ആസ് വെച്ച് ആസ് സൂൺ ആസ് ഷീ സോ ദ മെസ്സേജ് എന്ന് നമുക്ക് പറയാം. ആസ് സൂൺ ആസ് ഷീ സോ ദ മെസ്സേജ് ഷീ റിപ്ലൈഡ്. ഇത് റിട്ടൺ ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ഈ പറയുന്ന കൺജങ്ഷനിലാണ് സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ അത് ഈ ആസ് സൂൺ ആസ് മാത്രമല്ല, ഏത് കൺജങ്ഷനാണെങ്കിലും വെൻ ആണെങ്കിലും വൈലാണെങ്കിലും ഇഫ് ആണെങ്കിലും ധോയ് ആണെങ്കിലും ഓൾ ധോയ് ആണെങ്കിലും ഇങ്ങനെയുള്ള ലിങ്കേഴ്സ്, ഏത് ലിങ്കേഴ്സ് ഓർ ഏത് കൺജങ്ഷൻ ആണെങ്കിലും നിങ്ങൾ ആ കൺജങ്ഷനിൽ തുടങ്ങുന്ന ക്ലോസിലാണ് ആരംഭിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ കൺജങ്ഷനിലാണ് ആ സെൻറ്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ക്ലോസ് കഴിയുമ്പോൾ ഒരു കോമ ഇട്ടിട്ട് വേണം നെക്സ്റ്റ് ക്ലോസ് പറയാൻ. അതർവൈസ് ഇപ്പോൾ ഐ വിൽ കോൾ യു ആസ് സൂൺ ആസ് റീച്ച് ഹോം എന്ന് പറയുമ്പോൾ കോമ വേണ്ട. മീൻസ് എഴുതുമ്പോൾ ഉള്ള കാര്യം ഞാൻ ഈ പറയുന്നത്. സംസാരിക്കുമ്പോൾ നമുക്ക് കോമയുടെ ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ ഈ ആസ് സൂൺ ആസ് ഷീ സോ ദ മെസ്സേജ് ഷീ റിപ്ലൈഡ് എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? ഷീ റിപ്ലൈഡ് ആസ് സൂൺ ആസ് ഷീ സോ ദ മെസ്സേജ്, അല്ലെങ്കിൽ ഷീ റിപ്ലൈഡ് ടു ദ മെസ്സേജ് ആസ് സൂൺ ആസ് ഷീ സോ ഇറ്റ്. നടുക്കിൽ വെച്ച് നമുക്ക് പറയാം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എനിവേ, ലെറ്റ്സ് കണ്ടിന്യൂ. നമുക്ക് ഈ ആസ് സൂൺ ആസ് വെച്ചുകൊണ്ട് ഏതാനും ചില സെൻറ്റൻസസ് പരിശീലിച്ച് നോക്കാം. ആസ് സൂൺ ആസ്. വീട്ടിലെത്തിയ ഉടനെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. I called him as soon as I reached home. ഫലം ലഭിച്ചാൽ ഉടൻ ഞാൻ നിങ്ങളെ അറിയിക്കും. I will inform you as soon as I get the result. അവനെ കണ്ട ഉടനെ ഞാൻ അവനെ തിരിച്ചറിഞ്ഞു. As soon as I saw him, I recognized him. ബെൽ അടിച്ച ഉടനെ ഞങ്ങൾ ക്ലാസ് വിട്ടു. We left the classroom as soon as the bell rang. മഴ പെയ്യാൻ തുടങ്ങിയ ഉടനെ ഞങ്ങൾ അകത്തേക്ക് ഓടി. As soon as it started raining, we ran inside. അടുത്ത പ്രധാനപ്പെട്ട ലിങ്കർ എന്ന് പറയുന്നത് സിൻസ് ആണ്.
സിൻസ് എന്ന് പറയുമ്പോൾ ഇതൊരു കൺജങ്ഷനാണ്, ഇതൊരു പ്രപ്പോസിഷനാണ്, അതൊക്കെ ഗ്രാമറിൻ്റെ ഭാഗമാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. എനിവേ നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ആംഗിളിൽ സിൻസ് അത് മുതൽ, അതിൽ പിന്നെ എന്ന അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുക. എപ്പോഴും നിത്യ സംഭാഷണത്തിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സിൻസ്. ദാറ്റ് മീൻസ് ടു ഷോ ടൈം, സമയത്ത് സൂചിപ്പിക്കാൻ അല്ലേ. ഐ മീൻ ഫ്രം ദാറ്റ് ടൈം അൻറ്റിൽ നൗ, ആ സമയം മുതൽ ഈ സമയം വരെ എന്ന അർത്ഥത്തിൽ സൂചിപ്പിക്കാനാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. സിൻസ് എന്ന് പറഞ്ഞാൽ അത് മുതൽ എന്ന്, അല്ലെങ്കിൽ അതിൽ പിന്നെ എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കി വെക്കുക. ഉദാഹരണം നോക്കിയേ. ഷീ ഹാസ്ൻറ്റ് ഈറ്റൻ സിൻസ് മോർണിംഗ്. ഷീ ഹാസ്ൻറ്റ് ഈറ്റൻ, അവൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. സിൻസ് മോർണിംഗ്, എപ്പോൾ മുതൽ? സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ. മറ്റൊരു ഉദാഹരണം നോക്കിയേ. ദേ ഹാവ് ബീൻ ഫ്രണ്ട്സ് സിൻസ് ചൈൽഡ്ഹുഡ്. അവർ സുഹൃത്തുക്കളാണ്. ദേ ഹാവ് ബീൻ ഫ്രണ്ട്സ് എപ്പോൾ മുതൽ? സിൻസ് ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം മുതൽ. അപ്പോൾ അങ്ങനെ മുതൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സിൻസ്. നിങ്ങൾ ഒരുപാട് സെൻറ്റൻസസ് നിങ്ങൾ സ്വന്തം പറഞ്ഞു നോക്കുക. മുതൽ എന്ന അർത്ഥത്തിൽ സിൻസ് കൂട്ടിയിട്ട് കുറേ സെൻറ്റൻസസ് നിങ്ങൾ സ്വന്തം സൃഷ്ടിക്കാൻ ശ്രമിക്കുക. എനിവേ വി വിൽ ബി ഹാവിങ് പ്രാക്ടീസ് എ കപ്പിൾ ഓഫ് സെൻറ്റൻസസ്. നമുക്ക് ഏതാനും ചില സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സിൻസ്, 2015 മുതൽ എനിക്ക് അവനെ അറിയാം. I have known him since 2015. രാവിലെ മുതൽ അവൻ ഒന്നും കഴിച്ചിട്ടില്ല. He has not eaten anything since morning. ഞാൻ 5 മണി മുതൽ നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. I have been waiting for you since 5 o'clock. കഴിഞ്ഞ ആഴ്ച മുതൽ അവൾക്ക് അസുഖമാണ്. She has been ill since last week. ഇന്നലെ മുതൽ ഞാൻ അവനെ കണ്ടിട്ടില്ല. I haven't seen him since yesterday. അടുത്ത ലിങ്കർ സിൻസ് തന്നെയാണ്. സിൻസ് നമ്മൾ നിത്യജീവിതത്തിൽ ആയതിനാൽ, അതുകൊണ്ട് എന്ന അർത്ഥത്തിൽ കൂടി ഉപയോഗിക്കാറുണ്ട് അല്ലേ. നമ്മൾ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ അവധിയാകുന്ന ദിവസം ലീവ് ലെറ്റർ എഴുതുമ്പോൾ ടീച്ചറോട് ലീവ് ലെറ്ററിൽ നമ്മളെങ്ങനെയാണ് എഴുതി തുടങ്ങിയിരുന്നത്? പഴയ ഒരു വ്യവസ്ഥാപിതമായ രീതി ഉണ്ടായിരുന്നു അല്ലേ. സിൻസ് ഐ വാസ് ഫീലിംഗ് സിക്ക്, ഓർ സിൻസ് ഐ വാസ് സിക്ക്, ഓർ സിൻസ് ഐ ഹാവ് ഗോട്ട് ഹെഡേക്ക്, എനിക്ക് പനിയായതിനാൽ, എനിക്ക് തലവേദനയായതിനാൽ എനിക്ക് ഇന്ന ദിവസം ക്ലാസ്സിൽ വരാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ പനിയായതിനാൽ, ആയിരുന്നതിനാൽ, അല്ലെങ്കിൽ സിൻസ് ഐ വാസ് സീക്ക്, ആയതിനാൽ, അതുകൊണ്ട്, ബിക്കോസ് എന്ന അർത്ഥത്തിൽ. സിൻസ് മീൻസ് ടു ഗിവ് എ റീസൺ. ദറ്റ് മീൻസ് ബിക്കോസ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യാറുള്ളത്. നോക്കിയേ. സിൻസ് വി മിസ്ഡ് ദ ബസ് വി ടുക്ക് എ ടാക്സി. എന്താ പറഞ്ഞത്? ബസ് മിസ്സായതിനാൽ വി ടുക്ക് എ ടാക്സി, ഞങ്ങൾ ടാക്സി പിടിച്ചു. അടുത്തൊരു എക്സാമ്പിൾ നോക്കി. ഐ സ്റ്റേഡ് ഹോം സിൻസ് ഐ വാസൻറ്റ് ഫീലിംഗ് വെൽ. എനിക്ക് സുഖമില്ലാത്തതിനാൽ, ആയതിനാൽ ഞാൻ എന്ത് ചെയ്തു? ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. ഐ സ്റ്റേഡ് ഹോം. എന്തുകൊണ്ടാണ്? സിൻസ് ഐ വാസൻറ്റ് ഫീലിംഗ് വെൽ, എനിക്ക് ഇല്ലാതിരുന്നതിനാൽ, അസുഖമായതിനാൽ. കുറച്ച് സെൻറ്റൻസസ് പരിശീലിച്ച് നോക്കാം. സിൻസ്, നേരം വളരെ ഇരുട്ടിയതിനാൽ ഞങ്ങൾ ഡ്രൈവിംഗ് നിർത്തി. Since it was too dark, we stopped driving. വിശക്കുന്നതിനാൽ അവർ ഭക്ഷണം ഓർഡർ ചെയ്തു. Since they were hungry, they ordered food. നീ ചോദിച്ചതിനാൽ ഞാൻ നിന്നെ സഹായിക്കും. Since you asked, I will help you. റോഡ് ബ്ലോക്ക് ആയിരുന്നതിനാൽ ഞങ്ങൾ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. Since the road was blocked, we took another route. മഴ പെയ്യുന്നതിനാൽ ഞങ്ങൾ യാത്ര റദ്ദാക്കി. Since it was raining, we cancelled the trip. അടുത്ത കൺജങ്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അൺടിൽ, വരേക്കും, അതുവരെ, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നത് വരേക്കും. അൺടിൽ. ഇതിനോട് യോജിക്കുന്ന മറ്റൊന്നാണ് ടിൽ. വെറും ടിൽ പറഞ്ഞാലും മതി, രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. ഓക്കെ. അൺടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ്, ഓർ ബിഫോർ എ സ്പെസിഫൈഡ് ടൈം, ഓർ എ സ്പെസിഫൈഡ് ഈവൻറ്റ്. മലയാളത്തിൽ പറഞ്ഞാൽ അൺടിൽ, വരേക്കും, അതുവരെ. വി വെയിറ്റഡ് അൺടിൽ മിഡ് നൈറ്റ്. ഞങ്ങൾ രാത്രി, അർദ്ധരാത്രി വരെ കാത്തിരുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളതാണ്. വി വെയിറ്റഡ് അൺടിൽ മിഡ് നൈറ്റ്. ഡോണ്ട് ഓപ്പൺ ദ ഗിഫ്റ്റ് അൺടിൽ യുവർ ബർത്ത്ഡേ. നിന്റെ ബർത്ത്ഡേ വരെ, അതുവരേക്കും എന്ത് ചെയ്യാൻ പാടില്ല? ഡോണ്ട് ഓപ്പൺ ദ ഗിഫ്റ്റ്, സമ്മാനം തുറക്കാൻ പാടില്ല. കൂടുതൽ സെൻറ്റൻസസ് നോക്കാം. അൺടിൽ, നീ വരുന്നത് വരെ ഞാൻ ഇവിടെ കാത്തിരിക്കും. I will wait here until you come. ഞാൻ വിളിക്കുന്നത് വരെ വാതിൽ തുറക്കരുത്. Don't open the door until I call you. അതിഥികൾ എത്തുന്നത് വരെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല.
We didn't eat until the guests arrived. പച്ച വെളിച്ചം തെളിയുന്നത് വരെ കാത്തിരിക്കുക. Wait until the lights turn green. ഞാൻ ചോദിക്കുന്നത് വരെ അവൾ മിണ്ടിയില്ല. She didn't speak until I asked her. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടില്ലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അൺടില്ലും ടില്ലും ഒരേ അർത്ഥം തന്നെയാണ്. ടിൽ എന്ന് പറഞ്ഞാൽ അതുവരെ വരെ എന്നാണ്. പിന്നെ കുറച്ചും കൂടെ ടിൽ കുറച്ചുകൂടി ഇൻഫോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ടിൽ മീൻസ് അപ് ടു ദ ടൈം ഓഫ് അല്ലെങ്കിൽ ബിഫോർ എ സ്പെസിഫൈഡ് ടൈം എന്ന അർത്ഥത്തിലാണ്. സെയിം മീനിങ് ആസ് അൺടിൽ ബട്ട് സ്ലൈറ്റ്ലി മോർ ഇൻഫോർമൽ. കുറച്ചുകൂടി ഇൻഫോർമൽ. സാധാരണ കോൺവെർസേഷനിൽ നമ്മൾ അൺടിലിനേക്കാളും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ടില്ലാണ്. എന്നാൽ അൺടിലും യൂസ് ചെയ്യുക. അൺടിൽ കൂടുതൽ ഒരു റിട്ടൺ ഇംഗ്ലീഷിലേക്കാണ് കൂടുതലായിട്ട് അൺടിൽ യൂസ് ചെയ്യുക. വെറാസ് ടിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ നിത്യ സംഭാഷണത്തിലാണ്. അപ്പം രണ്ടും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാം. ഒരേ അർത്ഥം തന്നെയാണുള്ളത്. ഓക്കെ. വെയിറ്റ് ഹിയർ ടിൽ ഐ കം ബാക്ക്. ഞാൻ വരുന്നത് വരെ ഇവിടെ കാത്തു നിൽക്കുക. മറ്റൊരു ഉദാഹരണം നോക്കിയേ. വി സ്റ്റേഡ് അറ്റ് ദ പാർട്ടി ടിൽ 10 PM. 10 മണി വരെ ഞങ്ങൾ എന്ത് ചെയ്തു? സ്റ്റേഡ്, അവിടെ നിന്നു. വി സ്റ്റേഡ് അറ്റ് ദ പാർട്ടി. പാർട്ടിയിൽ പങ്കെടുത്തു, പാർട്ടിയിൽ നിന്നു. എത്ര മണി വരെ? ടിൽ 10 PM. 10 മണി വരെ, രാത്രി 10 മണി വരെ. കൂടുതൽ സെൻറ്റൻസസ് നോക്കാം. ടിൽ, എല്ലാം മനസ്സിലാകുന്നത് വരെ നന്നായി പഠിക്കുക. Study hard till you understand everything. ജോലി തീരുന്നത് വരെ എനിക്ക് പോകാൻ കഴിയില്ല. I can't leave till the work is done. സമരം തീരുന്നത് വരെ എനിക്ക് വരാൻ കഴിയില്ല. I can't come till the strike is over. ടീച്ചർ എത്തുന്നത് വരെ അവൻ സംസാരം നിർത്തിയില്ല. He didn't stop talking till the teacher arrived. KSRTC ബസ് വരുന്നത് വരെ ഞാൻ ഇവിടെ കാത്തിരിക്കും. I will wait here till the KSRTC bus comes. ഓക്കെ, അപ്പോൾ 4 ഭാഗങ്ങളായിട്ട് നമ്മൾ 20 ലിങ്കേഴ്സ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാനും ചില ലിങ്കേഴ്സ് പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അറൗണ്ട് 120 ലിങ്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പരിശീലിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ സീരീസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.